മാനവ വിഭവശേഷി മാനേജ്മെന്റിലെ ആധുനിക മുന്നേറ്റങ്ങൾ. മാനവ വിഭവശേഷി മാനേജ്മെന്റ് ഒരു ഭരണപരമായ റോളിൽ നിന്നും ബിസിനസ് വിജയത്തെ സജീവമായി നയിക്കുന്ന തന്ത്രപരവും ജനങ്ങളെ കേന്ദ്രീകരിച്ചുള്ളതും ഡാറ്റാധിഷ്ഠിതമായ ഒരു മേഖലയായി പരിണമിച്ചിരിക്കുന്നു. ഒന്ന്, നിർമ്മിത ബുദ്ധിയും ഡാറ്റാധിഷ്ഠിത തീരുമാനങ്ങളും. നിർമ്മിത ബുദ്ധി നിയമനത്തെയും തൊഴിൽ ശക്തി ആസൂത്രണത്തെയും പരിവർത്തനം ചെയ്യുന്നു. സ്മാർട്ട് ഉപകരണങ്ങൾ ഇപ്പോൾ റെസ്യൂമുകൾ സ്ക്രീൻ ചെയ്യുന്നു, പക്ഷപാതം കുറയ്ക്കുന്നു, പതിവ് അന്വേഷണങ്ങൾക്കായി ചാറ്റ് ബോട്ടുകളെ ശക്തിപ്പെടുത്തുന്നു. ആളുകളുടെ അനലിറ്റിക്സ് വിറ്റുവരവ് പ്രവചിക്കുന്നു, നൈപുണ്യ വിടവുകൾ തിരിച്ചറിയുന്നു, ഇടപെടൽ അളക്കുന്നു, മുൻകൈയെടുത്ത് മാനവവിഭവശേഷി തന്ത്രങ്ങൾ പ്രാപ്തമാക്കുന്നു. രണ്ട്, ജീവനക്കാരുടെ അനുഭവവും ക്ഷേമവും. ആധുനിക HR മാനസികാരോഗ്യം, സാമ്പത്തിക ക്ഷേമം, ശാരീരിക ക്ഷേമം എന്നിവ സമഗ്രമായ പിന്തുണയ്ക്ക് മുൻഗണന നൽകുന്നു. ഹൈബ്രിഡ് റിമോട്ട് സജ്ജീകരണങ്ങൾ ഉൾപ്പെടെയുള്ള വഴക്കമുള്ള വർക്ക് മോഡലുകൾ ഉൽപാദനക്ഷമതയിലും ഫലങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. മൂന്ന്, തുടർച്ചയായ പഠനവും വികസനവും. പരമ്പരാഗത വാർഷിക അവലോകനങ്ങൾ തത്സമയ ഫീഡ്ബാക്കും പതിവ് പരിശോധനകളും ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്നു. മാനവ വിഭവശേഷി അധിഷ്ഠിത പഠന പ്ലാറ്റ്ഫോമുകൾ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കൽ, വ്യക്തിഗതമാക്കുകയും ജീവനക്കാരെ മത്സരബുദ്ധിയുള്ളവരായി നിലനിർത്തുകയും വളർച്ചയുടെ ഒരു സംസ്കാരം വളർത്തുകയും ചെയ്യുന്നു. നാല്, തന്ത്രപരമായ DEIB അഥവാ വൈവിധ്യം, തുല്യത, ഉൾപ്പെടുത്തൽ, അവകാശം എന്നിവ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ HR ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. പക്ഷപാതരഹിതമായ നിയമനം, ശമ്പള തുല്യത, വികസനം, മാനസിക സുരക്ഷ പ്രോത്സാഹിപ്പിക്കുന്ന സംരംഭങ്ങൾ എന്നിവയ്ക്കുള്ള ഉപകരണങ്ങൾ ജീവനക്കാർക്ക് മൂല്യവും ശാക്തീകരണവും തോന്നുന്ന ജോലിസ്ഥലങ്ങൾ നിർമ്മിക്കാൻ സഹായിക്കുന്നു. അഞ്ച്, ഓട്ടോമേഷനും കാര്യക്ഷമതയും. HR വിവര സംവിധാനങ്ങൾ ഇപ്പോൾ ശമ്പളം, ആനുകൂല്യങ്ങൾ, പതിവ് ജോലികൾ എന്നിവ ഓട്ടോമേറ്റ് ചെയ്യുന്നു. മാനവ വിഭവശേഷി പ്രൊഫഷണലുകളെ സംസ്കാരം, തന്ത്രം, ദീർഘകാല വളർച്ച എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സ്വതന്ത്രമാക്കുന്നു. സംഗ്രഹത്തിൽ, ഇന്നത്തെ HR നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് കൂടുതൽ മികച്ചതാണ്. ക്ഷേമ സംരംഭങ്ങളിലൂടെ കൂടുതൽ മാനുഷികമാണ്. തുടർച്ചയായ പഠനത്തിലൂടെ വളർച്ചാധിഷ്ഠിതമാണ്. DEIB വഴി ഉൾക്കൊള്ളുന്നതാണ്. ഇത് സംഘടനാ വിജയത്തിന്റെ യഥാർത്ഥ ചാലകമാകുന്നു.